ഹലോ എവ്രിവൺ, നമസ്കാരം. സൗമ്യ സോർട്ട് ഓഫ് കുക്കിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു ചീര റെസിപ്പിയാണ്, അതായത് ചീര മുളകൂശ്യം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്, ഞാനത് ഒരു കെട്ട് ചീര ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ചെറുതായിട്ട് ഇൻ ദ സെൻസ് ഒരുപാട് ചെറുതായിട്ടല്ല, ജസ്റ്റ് ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇത്രയും മതി. പിന്നെ ഒരു പിടി പരിപ്പ്, ഇത്ര പരിപ്പ് ഞാൻ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അരമുറി തേങ്ങ, ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഒരു സ്പൂൺ ജീരകം, ആവശ്യത്തിന് ഉപ്പ്, ഒരു സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കടുക്, ഒരു ചെറിയ സവോള ചെറുതായിട്ട് മുറിച്ചത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം പരിപ്പിനെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഈ വെള്ളത്തിന് മാറ്റിയിട്ട് പരിപ്പിനെ നന്നായിട്ട് വേവിച്ചെടുക്കണം. പരിപ്പ് നന്നായിട്ട് വെന്തുടയണ രീതിയിൽ വേണം വെക്കാൻ. ഞാനതൊരു 4 വിസിൽ വെക്കണ്ട കേട്ടോ പരിപ്പ്. നമുക്ക് അതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, അരമുറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മിക്സിയുടെ ജാറിൽ തന്നെ ഇട്ട് വെച്ചിരിക്കുന്ന തേങ്ങ. അപ്പം ഇതിലേക്ക് ഞാൻ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. ഞാനതൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ, ഒരു മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്താന്ന് വെച്ചാൽ, ഒരു ചെറിയ കുക്കർ എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ കുതിരാനിട്ടിട്ടില്ലേ പരിപ്പ്, കുതിരാനിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷെ കുതിരാനിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒരു മണിക്കൂർ മുമ്പ് ഇട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു 4 വിസിൽ വെക്കാനാണ് പ്ലാൻ ചെയ്യണേ. ഇപ്പോൾ കുതിർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 6 വിസിൽ വെക്കേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു. ചില പരിപ്പുകൾ ഓരോ രീതിക്കാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പരിപ്പ് വേവാൻ കുറച്ച് ടൈം എടുക്കും. നേരെ മറിച്ച് നോർത്ത് ഇന്ത്യയിൽ പരിപ്പ് വേവാൻ ഭയങ്കര ഈസി ആയിട്ട് പെട്ടത് 2 വിസിലൊക്കെ നന്നായിട്ട് വെന്ത് കുഴയാറുണ്ട് എനിക്ക്. പക്ഷെ ഇവിടുത്തെ പരിപ്പ് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് 4 വിസിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വേവുള്ളൂ. ഇത്ര വിസിലെന്നല്ല, നിങ്ങൾ വെക്കുന്ന സമയത്ത് നിങ്ങളുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് കുഴയാൻ ഏകദേശം എത്ര വിസിൽ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. സോ അതനുസരിച്ച് വെക്കുക. ഞാനിവിടെ 4 വിസിലാണ് വെക്കണം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഈ പരിപ്പ് ഏകദേശം മൂടിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഈ സ്പൂണിൽ കേട്ടോ, 1 സ്പൂൺ മുളക് പൊടി. ഇതൊന്ന് നന്നായി ഇളക്കിയ ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവാൻ വെക്കാം. ഞാനിപ്പോൾ 4 വിസിലിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുക്കർ 4 വിസിൽ ഓൾറെഡി വന്നിട്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുമുണ്ട്. എന്നിട്ട് ഈ കയ്യിലുണ്ടെന്ന് ഉടച്ചു കൊടുക്കുക. ഒന്ന് ഗ്യാസ് കത്തിച്ച ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി എടുത്തു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കുക.
ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ മൂടി വെക്കണേ ഉള്ളൂ. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ച് വെക്കണം കേട്ടോ. ഇപ്പം കണ്ടോ, ഒരു 5 മിനിറ്റ് കൊണ്ട് ചീരയൊക്കെ നന്നായി ചുരുങ്ങി വളരെ കുറച്ചായിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങയും ജീരകവും കൂടെ അരച്ച് വെച്ചിരിക്കുന്ന ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം. ഏകദേശം ഇത്ര വെള്ളം നമുക്ക് വേണം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് സിമ്മിലിട്ടിട്ട് ഒന്ന് തിളപ്പിക്കുക. കാരണം ആ ജീരകത്തിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് വിടണ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക. ഒരു 5 മിനിറ്റ് അത്രയേ ഉള്ളൂ. ഈ കൂട്ടാനെ എടുത്തിട്ട് അപ്പുറത്തെ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ട് കടുക് വറുക്കാൻ പോണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഇത് നന്നായി തിളച്ചിട്ടുണ്ടാവും. ഞാൻ പാനിലേക്ക് ഏകദേശം 2 സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. ഏകദേശം കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 4 വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ചെറിയ ചുവന്നുള്ളി. വെളുത്തുള്ളിയുടെയും സവോളയുടെയും പച്ചമണം പോകുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റുക. ഞാൻ നോർമലി ഇലക്കറികളിൽ കറിവേപ്പില ചേർക്കാറില്ല. ഇത്രയും മതി. നമുക്കിപ്പോൾ ഈ ചീര കൂട്ടാനിലേക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ പരിപാടി. കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ പുതിയ റെസിപ്പീസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നല്ലൊരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. പിന്നെ ക്ലോസ് ലുക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു കേട്ടോ. ഇതാണ് ചീരക്കൂട്ടാൻ്റെ ക്ലോസ് വ്യൂ കേട്ടോ.